ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കേക്ക് എങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ബേക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ കേക്കിൻ്റെ ഫുൾ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കേക്കിൻ്റെ സ്പഞ്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. 1/2 kg കേക്കാണ് കേട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളെല്ലാം പറയുന്നത് 1/2 kg കേക്കിൻ്റെതായിരിക്കും. ഈ ട്രേയിലേക്ക് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓയിൽ കൂടാൻ പാടില്ല, എന്നാൽ നമ്മുടെ കേക്കിനെ അത് അഫക്റ്റ് ചെയ്യും കേട്ടോ. എന്നാൽ എല്ലാ സ്ഥലത്തും ഓയിൽ ആവുകയും വേണം. ശേഷം നമുക്ക് അതിലേക്ക് ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ഓയിലിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കും. നന്നായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ വയ്ക്കുന്നത് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കഴിയുമ്പോൾ പെട്ടെന്ന് ഊരിയെടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കൂടെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ പാൻ മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു ബൗൾ എടുക്കാം. ഇതെല്ലാം ഡ്രൈ ആയിരിക്കണം, വെള്ളത്തിൻ്റെ ഒരു അംശം വരാനും പാടില്ല കേട്ടോ. നന്നായിട്ട് തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാനിതെല്ലാം. അങ്ങനെ ഒരു അരിപ്പും കൂടെ എടുത്ത ശേഷം നമുക്ക് 1/2 കപ്പ്, അതായത് 125 ml മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം 1/2 ടീസ്പൂൺ 2.5 ml ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കുന്നവരുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം അതും മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് വളരെ ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ പാത്രം. വേറൊരു ബൗളിലെടുത്തിട്ട് അതിലേക്കൊരു 3 മുട്ടയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ മുട്ട കൊണ്ടാണ് 3 എടുത്തത് കേട്ടോ, ഇല്ലെങ്കിൽ 2 മുട്ട മതിയാവും. നെക്സ്റ്റ് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ 2.5 ml വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്ലഫി ആയിട്ട് കിട്ടും. ആ ഒരു ടൈമിന് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര, അതായത് 125 ml പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മഞ്ഞയും വെള്ളയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ അതിന് മാത്രമൊന്നുമില്ല, 1/2 kg അല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെയും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിങ്ങ് എടുക്കുക. എണ്ണ എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് പാലും കൂടെ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വളരെ സാവകാശം വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. ഇതിലാണ് നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. നമ്മളിത് സ്പീഡിൽ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഇപ്പോഴേ അങ്ങ് പോകും കേട്ടോ. ഇപ്പോൾ ആ ക്രീമി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ നമ്മൾ കീപ്പ് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ കേക്കിൻ്റെ ബാറ്റർ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതിനുള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശേഷം നമ്മുടെ പാൻ ഹീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ വെച്ച് കൊടുക്കാം കേട്ടോ. 25-30 മിനിറ്റിൽ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കണം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ ഡിസൈനിങ്ങിലോട്ട് ഡയറക്റ്റ് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കളർ തീമിലാണ് ഞാൻ കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളത്, ഡിസൈൻസ് എല്ലാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് ആൻഡ് റെഡ് തീമിലുള്ള കേക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്താണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ വർക്ക് അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഗ്രീൻ കളർ ലീഫ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ വെച്ചപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ശേഷം നമുക്ക് കുറച്ച് റെഡ് ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഷുഗർ ബോൾസ് ആണ്. എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നില്ല, ആ ഫ്ലവേഴ്സിൻ്റെ മിഡിലിൽ മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ റോസസിൻ്റെ മേലെയായിട്ട് ഗോൾഡൻ കളർ ഷുഗർ ബോൾസാണ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു അവസ്ഥയിലാണുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് എന്നോടൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഒറ്റ രാത്രി കൊണ്ട് കേക്കിൻ്റെ ഓർഡറും അതുപോലെ പ്രിപ്പറേഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ തന്നെ വരാം കേട്ടോ, ഇൻഷാ അല്ലാഹ്.